ഇനി നമുക്ക് നാട്ടിലെ ആവേശത്തിന്റെ ചില കാഴ്ചകൾ നോക്കാം. ലോകകപ്പ് ആവേശത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ ഏറ്റുമുട്ടി കളക്ടേഴ്സ് 11-ഉം കമ്മീഷണേഴ്സ് 11-ഉം. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ ബ്രസീൽ ടീം കമ്മീഷണർ പി നിതിൻ രാജിന്റെ അർജന്റീനയെ തോൽപ്പിച്ചു. കായിക താരങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അർജന്റീന, ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ബ്രസീൽ, രണ്ട് ടീമുകളും കളത്തിലിറങ്ങിയ വാശിയേറിയ മത്സരമാണ് കണ്ണൂരിൽ നടന്നത്. സാർ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കപ്പൊക്കെ അടിച്ചു കഴിഞ്ഞു? കപ്പൊക്കെ അടിച്ചു. ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോഴേ ഞാൻ കുറപ്പായിരുന്നു ഞങ്ങൾ പഠിക്കുന്നത്. റിയൽ ആയിട്ട് ഇതാണോ സംഭവിക്കാൻ പോകുന്നത്? നോക്കാം, നമുക്ക് കാണാം. എങ്ങനെയുണ്ടായിരുന്നു കളി? മൊത്തത്തിൽ എന്തായിരുന്നു? ഭയങ്കര ആവശ്യമായിരുന്നു. ഞങ്ങൾക്ക് നിർത്തണം ആഗ്രഹമില്ലായിരുന്നു. ഞങ്ങൾ വേണമെങ്കിൽ ഇനി ഹാഫ് ടൈം ആണെന്ന് വിചാരിച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഭയങ്കര ആവശ്യമുണ്ട് ഞങ്ങൾക്ക് ഇനി കളിച്ച് കൊള്ളുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്ലേയേഴ്സ്? മൊത്തത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണല്ലോ. മേഖലകൾ ഏതായാലും ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു. ദർ വാസ് നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. എല്ലാവരും ഭയങ്കര ആസ് എ ടീം കളിച്ചു. ഭയങ്കര രസമായിരുന്നു. സി കെ വിനീത് കൂടെ ഉണ്ട്. സി കെ എങ്ങനെയുണ്ടായിരുന്നു കളി? അല്ലല്ലേ, അർജന്റീന നമുക്ക് എറിയല്ലോ. അല്ല, ഇത് തന്നെയാണോ ഈ വേൾഡ് കപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? ഇല്ല, അവരുടെ എനിക്ക് അത്ര പ്രതീക്ഷയില്ല സത്യം പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഇന്നലത്തെ കളി കണ്ടതോടുകൂടി എനിക്ക് അത്ര പ്രതീക്ഷയില്ല. പക്ഷെ മുൻകാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ കപ്പടിക്കുന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല. ഏതായാലും നമ്മൾ ഇപ്പൊ കണ്ട സ്ഥിതിക്ക് ഇപ്പൊ നമ്മൾ ഈ ലോകകപ്പ് ഇതുവരെ കണ്ട കളികളിൽ കുഞ്ഞൻ ടീമുകൾ, വളരെ ചെറിയ ടീമുകൾ വന്ന് ഞെട്ടിക്കുന്ന കളികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെയൊക്കെ ഒരു കളി കാണുന്നത്? ഇക്കൊല്ലം മാത്രമല്ലോ, കഴിഞ്ഞ കൊല്ലം മൊറോക്കോ ചെറിയ ടീമായിരുന്നു. കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു മൊറോക്കോ 160 അങ്ങനെ എന്തോ, സംവെയർ ക്ലോസ് ടു 80 അല്ലേ, അങ്ങനെ എന്തോ ഇതായിരുന്നു, റാങ്കിങ്ങിലായിരുന്നു. അപ്പോൾ അവർ ചെറുതായിരുന്നു. അവർ കളിച്ചു വന്നതാണ്. ഇക്കൊല്ലം അവർ 9ൽ നിൽക്കുന്നത്. ഇപ്രാവശ്യം പുതിയ ടീം വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേൾഡ് കപ്പ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്സെറ്റ്സും എന്താ പറയുക, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ടൂർണമെന്റാണ് വേൾഡ് കപ്പ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ച തന്നെ അത്ഭുതങ്ങൾ. പക്ഷേ സ്പെയിനൊക്കെ എങ്ങനെ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടിപ്പോയി എന്നുള്ളതാണ്. ഇനി എങ്ങനെ പലതും കാണാതിരിക്കുന്നത് തന്നെയാണ്. ഉറപ്പായാലും കാണും. വേൾഡ് കപ്പ് അതിനാണല്ലോ, അത്ഭുതങ്ങൾ കാണല്ലോ വേൾഡ് കപ്പ്. ഏതായാലും വേൾഡ് കപ്പ് അത്ഭുതങ്ങളുടേതാണ് എന്ന് സി കെ വിനീത് പറയുമ്പോൾ അതേ അത്ഭുതം എന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂരിൽ നടന്ന ഈ മത്സരവുമുള്ളത്. നമുക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു അർജന്റീന ടീം കളത്തിലിറങ്ങിയത്. കമ്മീഷണർ കൂടി. സാർ, എങ്ങനെയുണ്ടായിരുന്നു അർജന്റീനയുടെ ഒരു കളി? അർജന്റീനയുടെ കളി എന്ന രീതിയിലല്ല, ഫുട്ബോൾ ആവേശകരമായിട്ട് കളിച്ചു എന്ന് പറയാം. ഒരുപക്ഷെ ലോകകപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല മേഖലകളിലുള്ള ആളുകൾ അങ്ങനെ ഒരു വികാരം, ഒറ്റ വികാരമായി മാറുന്നതാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടത്. പിന്നെന്താ, ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിന് സ്വപ്നം കാണുകയും ഫുട്ബോൾ സ്വപ്നത്തിൽ അതിൽ തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ നാടാണിത്. ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് കാണികൾക്ക് ആവേശമുള്ള നാടാണ്. തീർച്ചയായിട്ടും ഈ ലോകകപ്പും ആ ആവേശത്തിൽ ഒട്ടും ചോരാത്ത രീതിയിൽ എല്ലാവരും കാണുമെന്നുള്ളൊരു തർക്കമില്ല. അതിന് ഏത് രാത്രിയിൽ കളി കൊണ്ടുവച്ച് കഴിഞ്ഞാലും ആൾക്കാർ കാണുമെന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായ നിതിൻ രാജ് കണ്ണൂരിൽ നിന്ന് മടങ്ങുകയാണ്. അതിന് മുൻപ് ഇത്തരത്തിലൊരു വലിയ ഒരു കായിക ആവേശത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്ക് അർജന്റീന ടീമിനെ കാണാം. അവരിവിടെ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നെങ്കിൽ പോലും അവരും അതിന്റെ ആഘോഷത്തിലാണ്. കെ വി സുമേഷ് എം എൽ എ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സന്നാഹ മത്സരം. ഈ മത്സരത്തിൽ അർജന്റീന തോൽവിയെന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. യഥാർത്ഥ മത്സരത്തിൽ അർജന്റീന കപ്പ് നേടിയിരിക്കും. കണ്ണൂർ എം എൽ എ ടി ഒ മോഹനാണ്. എങ്ങനെയുണ്ടായിരുന്നു കളി? ഇടക്ക് വെച്ചാണ് ഇറങ്ങിയതല്ലേ കളത്തിലേക്ക്? അല്ല, നല്ല ആവേശമുള്ള, കാരണം നമ്മളെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വന്ന് അത് കാണുക, നമ്മളതിന്റെ കൂടെ ഇറങ്ങുക, കളിക്കുക. അപ്പൊ നമ്മൾക്ക് സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ചിലർ ഫുൾ ടൈം കളിക്കുമായിരിക്കും, അല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അതിനോട് ചേർന്ന് നിന്ന് ജനത്തിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലോകകപ്പിന്റെ ഒരു ആവേശം കൂടി ഉള്ളപ്പോൾ വളരെ സന്തോഷം. എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. മറ്റൊരു അർജന്റീന ഫാനായ എം എൽ എ ആണല്ലേ? ഇന്നത്തെ ഈ സന്നാഹ മത്സരം തോറ്റ നോക്കണ്ട, കപ്പ് അർജന്റീന നിലനിർത്തും, തൂക്കിയിരിക്കും. സന്തോഷ് കീഴാറ്റൂർ സിനിമ നടൻ, അദ്ദേഹം ഈ കളിയുടെ ഭാഗമായിട്ട് പങ്കെടുത്തത്. സന്തോഷം, എങ്ങനെയായിരുന്നു? വലിയ ആവേശത്തിലായിരുന്നു. വലിയ ആവേശമാണ്. കാരണം എപ്പോഴും ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെയൊക്കെ എന്താ പറയാ, ഏറ്റവും ലോകം മുഴുവൻ ആവേശത്തിൽ ഒരു കുടക്കീഴിൽ, ഒരു ആകാശത്തിന് കീഴിൽ അണിനിരക്കുന്ന ഏറ്റവും വലിയ ലോകത്തിലെ മത്സരം തന്നെ ഫുട്ബോളാണ്. ഇത് ലോകം മുഴുവൻ അലോടിക്കാണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ലോകത്തിൽ തന്നെ ഇത്രയും ഫുട്ബോൾ പ്രേമികൾ ഉള്ളത് കേരളത്തിലായിരിക്കാം, നമ്മുടെ കൊച്ചു കേരളത്തിലായിരിക്കാം. മറ്റു രാജ്യങ്ങളൊക്കെ അന്തം വിട്ടുപോയിരിക്കുകയാണ് ഇവിടുത്തെ ബ്രസീലിന്റെ ഫാനെയും അർജന്റീന ഫാൻ, പോർച്ചുഗൽ ഫാനെയും ഒക്കെ കണ്ടിട്ട്. ഏതായാലും സൗഹൃദ മത്സരം എന്ന രീതിയിലാണ് സംഘടിപ്പിച്ചതെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അർജന്റീന ഫാൻസ് തൽക്കാലം ഈ മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും അവർ പറയുന്നത് ഇത് കണ്ട് ആരും അങ്ങനെ ബ്രസീൽ കപ്പടിച്ച് പോകും ഈ ലോകകപ്പിൽ എന്ന് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും വലിയ ആവേശമാണ് കണ്ണൂരിലെ ഈ മത്സരത്തിലും കണ്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.